ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട സ്ത്രീയാ. അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യോ? ഷുവർ, ഇതിന് പുറകെ മറ്റോ ആരോ ആണ്. ഞാൻ എന്റെ അമ്മയെ ഓരോ ശ്വാസത്തിലും ഭഗവാനെ വിളിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങാൻ പോകുന്ന നേരത്ത് എന്നോട് എന്തൊക്കെയാ അമ്മ പറഞ്ഞേൽപ്പിച്ചെന്നറിയോ? ഞാൻ പറഞ്ഞതാ ഞാൻ കൂടെ കിടക്കാന്ന്. സമ്മതിച്ചില്ല. മോളെ, മുത്തശ്ശി അമ്മ എന്ത് സന്തോഷത്തിലായിരുന്നറിയോ? എല്ലാരോടും ചിരിച്ചും കളിച്ചും വിളമ്പി തന്നും കഴിപ്പിച്ചും. ഒരു വാക്കോലും പറയാതെ അമ്മ എവിടെ പോവാനാ? എന്നെ അമ്മ അങ്ങനെ പോവില്ല. അമ്മ ആരോ എന്തോ ചെയ്തതാ. മോളെ, അച്ഛനോട് ഓരോ പ്രശ്നങ്ങൾ കാരണം തല താഴ്ത്തിരിക്കുമ്പോ അമ്മ എന്നോട് പറഞ്ഞ എന്തൊക്കെയാന്നറിയോ? കരുമംഗലത്തെ പരമേശ്വരൻ രാജാവിനെ പോലെ ജീവിച്ച ആളാ, ഒരിക്കലും ആ തല താഴ്ന്നൂടാന്ന്. അമ്മയ്ക്ക് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ദൈവത്തിന്റെ കാരുണ്യായിട്ട് കാണുന്ന. അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മ എങ്ങോട്ടെങ്കിലും ആരും അറിയാതെ പോവോ? എനിക്ക് വീണ്ടും ആരും ഇല്ലാതായി പോയല്ലോ അച്ഛ. കരയാതെ. അമ്മ എന്നോട് പറയും വരും, സങ്കടങ്ങളല്ലാതെ സന്തോഷങ്ങളൊന്നും അമ്മ കണ്ടിട്ടില്ല എന്ന്. ഇനി വേണം സന്തോഷിക്കാനെന്ന് നമ്മളോട് പറഞ്ഞതല്ലേ. ഒരുപാട് ആഗ്രഹിച്ചല്ലേ അമ്മ അങ്ങനെയൊക്കെ. എന്നിട്ടിപ്പോ ശ്യാമടത്തിനൊന്നും സംഭവിക്കില്ല. അമ്മ തന്റെ മുമ്പിൽ വന്ന് നിന്നതും എല്ലാം ഒരു അത്ഭുതമല്ലേ? അതുപോലെ ഒരു അത്ഭുതം ഇനിയും ഉണ്ടാവും. അമ്മയെ നമ്മൾ തിരിച്ചു കാണും. ശ്യാമ മേഡത്തിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിരോധാനത്തിന് പുറകിലുള്ള ദുരൂഹത ഇനിയും വ്യക്തമായിട്ടില്ല. ശ്യാമ മേഡത്തെ തട്ടിക്കൊണ്ടുപോയത് അവിശ്വസനീയമാണെന്നാണ് പോലീസിന്റെ നിഗമനം.
സംഭവിച്ചിരിക്കുന്നത് അപകടമാണോ അതോ ഇതിനു പുറകിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നത് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ശ്യാമയുടെ തിരോധാനത്തിലെ ദുരൂഹത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തെളിവ് പോലും അവശേഷിക്കാതെ ശ്യാമയെ കടത്തിക്കൊണ്ടുപോയെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രശസ്ത ഗായിക ശ്യാമയുടെ തിരിച്ചുവരവിനായി കേരളം കാത്തിരിക്കുകയാണ്. ഇത്രയും കാലം സ്വരമാധുരി കൊണ്ട് ആരാധക വൃന്ദത്തെ വിസ്മയിപ്പിച്ച ശ്യാമയുടെ സ്വരം ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ സംഗീത പ്രേമികളെല്ലാം. ആരതി, ഞാൻ ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുത്. ശ്യാമ മേഡം സ്വയം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്തെങ്കിലും സാധ്യത? സൂര്യ എന്തായി പറയുന്നേ? ചെറിയമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു കടന്നുപോയത് മുഴുവൻ. ഇന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ ചെറിയമ്മ തിരിച്ച് ദുബായിലേക്ക് പോവാനിരുന്നതാ. രാധികയോടും വരണിനോടും അധികം താമസിയാതെ അങ്ങ് എത്തണമെന്ന് പറഞ്ഞിരുന്നതാ. ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട സ്ത്രീയാ. അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യോ? ഷുവർ, ഇതിന് പുറകെ മറ്റോ ആരോ ആണ്. സാർ, സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മന്ത്രിക്കൊന്ന് സംസാരിക്കണമെന്ന്. ഹലോ സർ. എന്തായി നിങ്ങളുടെ അന്വേഷണം? സർ, സംശയാസ്പദമായ രീതിയിൽ ശ്യാമാമേടത്തിന്റെ ഷാളും ചെരുപ്പും കുഞ്ചങ്കടവ് എന്ന കായൽ തീരത്ത് കണ്ടു. അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മുങ്ങൽ വിദഗ്ധരും മറ്റും വന്നിട്ടുണ്ട്. അത് നടന്നോട്ടെ. ബാക്കിയുള്ള അന്വേഷണങ്ങള് മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ. ഉണ്ട് സർ. സംശയിക്കപ്പെടുന്ന ചിലരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ആ വഴിക്കും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പൂർണ്ണമായും അവിടെ തന്നെ ഉണ്ടാവണം. അറിയാമല്ലോ സാംസ്കാരിക കേരളത്തിൽ ശ്യാമ എത്ര പ്രിയപ്പെട്ടവളാണെന്ന്. ഒരു മോശം വാർത്ത വരല്ലേ എന്ന പ്രാർത്ഥന എല്ലാവരുടെയും മനസ്സിലുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല. ഇനിയും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി. സൂര്യ, ഞാനൊന്ന് സാറിനെ കണ്ടിട്ട് വരാം. ഓക്കെ, താങ്ക് യു സർ. സാംസ്കാരിക മന്ത്രി നേരിട്ട് വിളിച്ചിരുന്നു. അന്വേഷണത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർ, ഇവിടെ ഇപ്പൊ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായില്ലേ? ഇനി അനുഭവസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അടിയൊഴുക്കുള്ള കായലാണ്. വീണു പോകുന്ന ഒരാൾക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒഴുകിയെത്തുന്നത് കടലിലേക്കായിരിക്കും. സർ, ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നോക്കാം.